ഒരു TTR ഉണ്ടായിരുന്നു. ദീനിയായി ജീവിക്കുന്ന ഒരു TTR. അദ്ദേഹം സാധാരണ പോലെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ ബോംബെ ഭാഗത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാണ്. ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ വാഹനം അവിടുത്തെ സമയം കഴിഞ്ഞിട്ട് വിടാൻ പോകുമ്പോൾ ഒരു ഹിന്ദു ഫാമിലി ഓടി വന്നു. അല്പം വയസ്സായ ഒരു അച്ഛനും അമ്മയും കൂട്ടത്തിൽ ചെറുപ്പക്കാരിയായ ഒരു മകളും ഉണ്ട്. അവർ ഓടി വന്ന് ഇദ്ദേഹത്തിന്റെ ബോഗിയുടെ മുമ്പിൽ നിന്ന് എന്നിട്ട് പറഞ്ഞു, സാർ വണ്ടി വിടാനായി, ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനും പറ്റിയില്ല, ബർത്തുമില്ല, പക്ഷെ ഞങ്ങളൊരു അത്യാവശ്യത്തിന് വേണ്ടി പോവുകയാണ്, ഒരു രോഗശയ്യയിൽ കിടക്കുന്ന ആളെക്കുറിച്ച് വിവരം വന്നിട്ട് പോവാണ് സാർ, ഞങ്ങളൊന്ന് കയറിക്കോട്ടെ ഇതിനകത്ത്. സാധാരണഗതിയിൽ എന്താ TT പറയാം അല്ലേ? TT ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അധികാരം ചിലവ് ആകെ ഓരോരുത്തർക്കും ഓരോ അധികാരം ഉണ്ടല്ലോ. ചില മുക്രിമാർക്ക് പള്ളിയുടെ കക്കൂസിന്റെ അധികാരം പടച്ചോ കൊടുക്കുന്നത് പോലെ ഒരു TTക്ക് 2 ബോഗിയുടെ അധികാരം കൊടുത്താൽ പിന്നെ അയാൾ കളിക്കുന്ന കളി ഭയങ്കര കളിയായിരിക്കും. ചില ആളുകൾക്ക് രാജ്യത്തിന്റെ ഭരണാധികാരം കൊടുത്തപ്പോൾ അവർ കളിക്കുന്ന കളി കാണുന്നില്ല. അതുപോലെ ചില ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ചെറിയ ചെറിയ അധികാര സാമ്രാജ്യങ്ങളുണ്ട്. അപ്പൊ TTയുടെ കളി ഭയങ്കര കളിയായിരിക്കും. പക്ഷെ ഇവർ പ്രതീക്ഷിച്ചതുപോലെ അല്ല. ഈ മനുഷ്യൻ വളരെ സൗമ്യമായതിൽ ആയിക്കോട്ടെ, എന്താ പ്രശ്നം, നിങ്ങൾ കയറിക്കോളൂ, വണ്ടി വിടാൻ പോകുന്നു. ഇത് ഈ TT പറയുന്ന അനുഭവം അല്ല. ഹിന്ദു സഹോദരങ്ങൾ അടുത്ത ദിവസം പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂയിലൂടെ ലോകം വായിച്ച യാഥാർത്ഥ്യമാണ്. ഈ TT വേഗം വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങി വയസ്സായ ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന കുറെ കെട്ടുമുട്ടുമൊക്കെ അദ്ദേഹത്തിന്റെ തോളിൽ തൂക്കി വാഹനത്തിൽ കയറ്റി വെച്ചു കൊടുത്തു. അവരെ കയറാൻ വേണ്ടി സഹായിച്ചു. അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തു. അദ്ദേഹം ചാർട്ട് നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ബർത്ത് ഒഴിവുണ്ട്. ആ ഒഴിവുള്ള ബർത്ത് അവർക്ക് അലോട്ട് ചെയ്തു. സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ അന്നത്തെ ഇതനുസരിച്ചിട്ട് 200 രൂപയാണ് ഒരു ബർത്തിന്റെ കൂലി. അവര് കുറച്ച് കൂടുതൽ പൈസ എടുത്തു കൊടുത്തു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് കൃത്യമായി അതിന്റെ വില ഈടാക്കിയിട്ട് ബാക്കി 50 രൂപ അങ്ങ് മടക്കി കൊടുത്തു. 50 രൂപ മടക്കി കൊടുത്തപ്പം അയാൾ പറഞ്ഞു, അതിരിക്കട്ടെ, നമ്മൾ അങ്ങനെ പറഞ്ഞ ശീലമുള്ളവരല്ലേ നമ്മളൊക്കെ, അതിരിക്കട്ടെ. അല്ല, അതിരിക്കാനൊന്നുമില്ല, ഇതിന്റെ നിയമപ്രകാരം ഇത്രേ ബാധ്യതയുള്ളൂ, അതിന്റെ ബാക്കി അങ്ങ് പിടിച്ചോ. അല്ല, അതിന് അദ്ദേഹം പറഞ്ഞ വാക്ക് ചായപാനി അങ്ങനെ ഉണ്ട്, വെള്ളമൊറ്റ കുടിക്കാല, ഇരിക്കട്ടെ, ഇത് അത് പറ്റൂല, ഞാനൊരു മുസ്ലിമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും കൃത്യമായി യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് കൊടുക്കേണ്ട ചില ധനമുണ്ട്, സമ്പത്തുണ്ട്, അല്ലെങ്കിൽ സംഖ്യയുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് വാങ്ങാൻ ഒരു അർഹതയില്ല. ഇതെന്റെ ഉപ്പാന്റെ സ്വത്തൊന്നും അല്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് കിടക്കാൻ സ്ഥലം തന്നതിന്റെ പേരിൽ നിങ്ങളോട് 50 റുപ്യ വാങ്ങാൻ എന്റെ കുടുംബസ്വത്ത അല്ലല്ലോ. നമ്മൾ ശരിക്കും ചിന്തിക്കണേ പ്രിയപ്പെട്ട. നമ്മളുടെ ഇന്നത്തെ അനുഭവം നേരെ എതിരാണ്, നേരെ തിരിച്ച. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്, എനിക്കിത് വാങ്ങാൻ അധികാരമില്ല, എനിക്ക് വാങ്ങാൻ അവകാശം അല്ല. നിങ്ങൾ നമുക്കൊരു വലിയ സഹായമല്ലേ ചെയ്തത്, വലിയൊരു സഹായം. ഞങ്ങൾ സഹായം ചെയ്യുന്നത് കച്ചവടത്തിന് വേണ്ടിയല്ല, ഞങ്ങളുടെ പടച്ചവന്റെ അടുക്കൽ പരലോകത്തെത്തുമ്പോൾ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാ. ഞങ്ങൾ ഞങ്ങളുടെ ഈ നന്മകൾ വിലക്കി വിൽക്കാറില്ല, അതുകൊണ്ട് വേണ്ട, ഇത് നിങ്ങൾ തന്നെ കുടിച്ചോ. അവർക്ക് ഭയങ്കര അത്ഭുതമായി. അവരുടെ ബർത്തിൽ പോയിരുന്നു. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കൃത്യമായ നിലയിൽ നിർവഹിച്ചു. ഡ്യൂട്ടിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുസല്ല വിരിച്ചു. ബാങ്കിന്റെ സമയമായപ്പോൾ ഒച്ചത്തിൽ ബാങ്ക് കൊടുത്തു. ബോഗിയിലുള്ള മുസ്ലിമീങ്ങളൊക്കെ സോപ്പിട്ട് പിടിച്ചു, നമുക്ക് ഒന്നിച്ച് നിസ്കരിച്ചൂടെ. കുറച്ചാളൊക്കെ വന്നു നിസ്കരിച്ചു. അവരെ ഇരുത്തി അവർക്ക് ദിക്ർ പറഞ്ഞു കൊടുത്തു, ദുആ പറഞ്ഞു കൊടുത്തു, താലീമിന്റെ കിതാബ് എടുത്ത് വായിച്ചു. ഇതൊക്കെ ആ ഹിന്ദുവായ കുടുംബം ഇങ്ങനെ കണ്ട് അത്ഭുതപ്പെടുകയാണ്. ഒരു മുസ്ലിം, ഇന്ത്യയിൽ ഒരു മുസ്ലിം, ഇങ്ങനൊക്കെ ഉണ്ടോ മുസ്ലിങ്ങൾ? ടീച്ചർമാരെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ചല്ലേ ഇതുവരെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളൂ. അവർക്ക് ഭയങ്കര അത്ഭുതമായി. പ്രിയപ്പെട്ടവരെ, ആ കുടുംബം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതിലെ പുരുഷൻ വന്ന് ഈ മനുഷ്യനെ സമീപിച്ചിട്ട് പറഞ്ഞു, സഹോദര, ഞാൻ ആരാണെന്നറിയോ? ഞാൻ ബോംബെയിലെ വലിയ മുസ്ലിം വിരോധിയായ ഒരു നേതാവാണ്. എനിക്ക് ഓർമ്മയായ കാലം മുതൽ എൻ്റെ മനസ്സ് നിറയെ ഞാൻ ഇസ്ലാമിക വിരോധം കൊണ്ട് നടക്കുക. ഇന്നെ പോലത്തെ ആളുകളെ കശാപ്പ് ചെയ്യാനും പാകിസ്ഥാനിലേക്ക് പായിക്കാനും വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയ ആളാണ്. കണ്ടില്ലേ, ഇതൊക്കെ കെട്ടിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. പക്ഷേ നിന്റെ ഈ യാത്രയിലെ അനുഭവങ്ങൾ എൻ്റെ മനസ്സിനെ തിരുത്തി കുറിച്ചു. ഇങ്ങനെയാണോ മുസ്ലിം എന്ന് ഞാൻ തിരിച്ചു ചിന്തിച്ചു. ഇങ്ങനെയാണോ മുസ്ലിം? ഇതാണോ മുസ്ലിം? ഇങ്ങനെയാണോ മുസ്ലിം? ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഏതായാലും ഇറങ്ങാൻ പോവല്ലേ, ഞാൻ നിങ്ങൾക്ക് തന്ന പൈസ നിങ്ങൾ വാങ്ങിയില്ല, ഞാൻ തക്കരിച്ചൊന്നും നിങ്ങൾ സ്വീകരിച്ചില്ല. അവസാനം എനിക്ക് താങ്കളോട് റിക്വസ്റ്റ് ഉണ്ട്. എന്താ റിക്വസ്റ്റ്? നിങ്ങൾ 24 മണിക്കൂർ സമയം എനിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ബോംബെയിലേക്ക് ഒന്ന് വരണം. എന്നിട്ടോ എന്താ കാര്യം? ബോംബെയിലേക്ക് നിങ്ങളൊന്ന് വരണം. ബോംബെ പട്ടണത്തിൽ എന്നെ പോലത്തെ, ഞാനൊരു വലിയ സമൂഹത്തിന്റെ നേതാവാണ്, പ്രമാണിയാണ്, എന്നെ പോലെ ഇസ്ലാമിക വിരോധം തലയിൽ കൊണ്ട് നടക്കുന്ന മുസ്ലിം വിരോധികളായ കുറേ നേതാക്കന്മാരുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ. ഞാൻ അവരെ ഒക്കെ വിളിച്ചു കൂട്ടും. എന്നിട്ട് ഞാൻ അവരോട് പറയും, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ ജീവിത മാതൃകയെ ഇന്നും പ്രാവർത്തികമാക്കുന്ന 1400 വർഷങ്ങൾക്ക് ശേഷവും അതിനെ ജീവിപ്പിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറയും. നിങ്ങളെ ഞാൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും.
അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ഒന്നിച്ച് ഒരു ദിവസം സമ്മതിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിന് എന്നെ കൊള്ളൂല, അതിനെക്കാട്ടി നല്ല ആളുകൾ വേറെ ഉണ്ട്, നമുക്ക് വേറെ ആളെ കണ്ടുപിടിക്കാം, ഞാൻ പോരാതി. അങ്ങനല്ല, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വരണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ബേജാറൊന്നും ആവണ്ട, നിങ്ങൾ ബോംബെ പട്ടണത്തിൽ ഇറങ്ങിയാൽ എന്നെ പോലത്തെ 1000 മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് കാണാം. പടച്ചവനെ ഭയപ്പാടുള്ള, പരലോകത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയാണ്, എല്ലാ മുസ്ലിമീങ്ങളും ഇങ്ങനെയാണ്. ഒരിക്കലും പടച്ചവനിലും പരലോകത്തിലും വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ ആരാന്റെ പണം അപഹരിക്കൂല, അർഹതപ്പെട്ടതല്ലാത്തതൊന്നും കീശലാക്കൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി പോകാം, എന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ബോംബെ പട്ടണത്തിൽ എന്നെ പോലത്തെ 10,000-കണക്കിന് ആളുകളൊക്കെ. അയാൾ അത്ഭുതപ്പെട്ടു, ബോംബെ പട്ടണത്തിൽ ഇതുവരെ നമ്മൾ കണ്ടില്ലല്ലോ. യാദൃച്ഛികമായി വയസ്സായ ഉപ്പാപ്പയും ഉമ്മാമയും ടാക്സിയിൽ യാത്ര ചെയ്യുന്നു ബോംബെ പട്ടണത്തിലൂടെ. അവർക്ക് എത്തേണ്ട സ്ഥലത്തെത്തി. അവര് വീട്ടിലേക്ക് കെട്ടുമുട്ടുമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി. ടാക്സിക്കാരൻ അങ്ങ് മടങ്ങിപ്പോയി. 4 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ ടാക്സിക്കാരൻ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ട് ബാക്ക് സീറ്റിൽ നോക്കിയപ്പോൾ അവരുടെ കാര്യപ്പെട്ട ഒരു ബാഗ് അവിടെ ഒഴിഞ്ഞുപോയി, കാറിൽ ഒഴിഞ്ഞുപോയി. സാധാരണ വലിയ വലിയ ഇങ്ങനത്തെ സേട്ടുമാരെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം അതിലുണ്ടാവും. ഇപ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെ കയ്യിൽ കുത്തിയാലും അല്ലെങ്കിൽ ATM-ൽ കുത്തിയാലും ഒക്കെ പൈസ കിട്ടുക. പണ്ട് കൊണ്ടു നടക്കണം പൈസ, അല്ലേ? കെട്ടിട്ട് കൊണ്ട് നടക്കണം. അവരുടെ മുഴുവൻ ധനവും ഒന്നിച്ചിട്ട് കയ്യിൽ സൂക്ഷിച്ചിരുന്ന ആ ബാഗ് വണ്ടിയിൽ ഒഴിഞ്ഞുപോയി. 4 മണിക്കൂറിന് ശേഷം ഈ ടാക്സിക്കാരൻ ഇത് കാണുന്നു. ടാക്സിക്കാരൻ പെട്ടെന്ന് ചിന്തിച്ച, പടച്ചവനെ, ഇത് അവരുടേതാണല്ലോ ബാഗ്, ഇത് പണപ്പെട്ടിയാന്ന് എല്ലാവർക്കും അറിയാം. വേണമെങ്കിൽ പടച്ചവനെ പേടിയില്ലായിരുന്നെങ്കിൽ അത് എനിക്ക് സ്വന്തമാക്കാം, ആരും ചോദിക്കാനൊന്നുമില്ല. ഇന്നത്തെ പോലെ CC ക്യാമറ ഇല്ലല്ലോ, ഉണ്ടോ? ഇന്നത്തെ പോലെ CC ക്യാമറ ഇല്ല, ഒന്നുമില്ല, കണ്ടുപിടിക്കാൻ ഒരു കാരണവശാലും നടക്കൂല. പക്ഷെ ഈ മനുഷ്യൻ അള്ളാഹുവിനെ ഭയക്കുന്ന മുസ്ലിമായിരുന്നു. അയാൾ എവിടെയാണോ ഈ വണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെ കൊണ്ടാക്കിയത് അവിടത്തേക്ക് മടങ്ങിപ്പോയി. ബെല്ലടിച്ചു. വീട്ടുകാർ ഓടി വന്നു. ലാലാജി, ആക്കി ബാഗ് ഇതർ ഹേ. അയാൾ ഞെട്ടിപ്പോയി. ഏത് ബാഗ്? പണപ്പെട്ടിയോ? നെഞ്ചു കത്തിപ്പോയി. അത് നീ 4 മണിക്കൂർ 5 മണിക്കൂറിന് ശേഷം ഈ മുസ്ലിമായ മനുഷ്യൻ എന്റെ പണപ്പെട്ടി തിരിച്ചു കൊണ്ടു തന്നു. ലക്ഷത്തോളം വരുന്ന ധനം വേണമെങ്കിൽ അവൻ അപഹരിച്ചെടുക്കാമായിരുന്നു. അത്ഭുതപ്പെട്ടുകൊണ്ട് സ്നേഹാധിക്യത്താൽ ഈ മനുഷ്യൻ ഉള്ളിൽ പോയി 500 രൂപ, അന്ന് 500 രൂപ എന്ന് പറഞ്ഞാൽ അവിടെ ഏകദേശം 50 സ്ഥലമൊക്കെ കിട്ടുമായിരിക്കും, അല്ലേ? അന്നത്തത് 500 രൂപ എടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഈ മനുഷ്യനോട്, ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി പാരിതോഷികമായി നിരത്തി സ്വീകരിക്കും. ഇതെന്താ സാധനം? ഇത് 500. എന്തിനാ? അത് നീ ഞങ്ങൾക്ക് ചെയ്ത ഉപകാരത്തോടുള്ള സ്നേഹപ്രകടനമാണ്, ഒരു പാരിതോഷികമാണ്, നീ ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സഹോദര, ഞാൻ താങ്കളിൽ നിന്നും പാരിതോഷികം വാങ്ങാനാണെങ്കിൽ ഇത്ര മെനക്കൊട്ടൊന്നും വരൂലായിരുന്നു. താങ്കളിൽ നിന്നും പാരിതോഷികം വാങ്ങാനായിരുന്നെങ്കിൽ ഞാൻ ഇത്ര മെനക്കൊട്ടൊന്നും വരൂലായിരുന്നു. എൻ്റെ പടച്ചവൻ എനിക്ക് എന്തെങ്കിലും തരൂ എന്നുള്ള വിശ്വാസത്തിൽ, പരലോകത്ത് നന്മ കിട്ടാൻ വേണ്ടിയിട്ട് അവനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്ക് താങ്കളുടെ 500 ആവശ്യമില്ല. 500 സ്വീകരിക്കൂല? 500 സ്വീകരിക്കൂല? ഇല്ല, 500 ഞാൻ സ്വീകരിക്കൂല. വേണമെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ 10 രൂപ ഇങ്ങനെ തന്നെ, 10 രൂപ ഞാൻ സ്വീകരിക്കാം. എന്താ 10 രൂപയുടെ കണക്ക്? വാഹനം ടാക്സിയായി ഞാൻ ഓടിക്കുന്നത് എൻ്റെ വണ്ടിയല്ല, അത് യജമാനൻ്റെതാണ്. നിങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ഇവിടെ വരെ വരാൻ ഓട്ടിയ എണ്ണ കത്തിച്ചത്, ഇന്ധനം കത്തിച്ചത് എൻ്റെ മുതലാളിയുടെ പെട്രോളാ, ഡീസലാ. അതുകൊണ്ട് ആ പെട്രോളിന്റെ പൈസ ഞാൻ 10 രൂപ കൊടുത്തേക്കാം. ബാക്കി 490 രൂപ ഞാൻ പരലോകത്ത് പടച്ചവൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിക്കോളും. ഇത് കേട്ടപ്പോൾ വീട്ടുകാർ ഞെട്ടി, അത്ഭുതപ്പെട്ടു. ബോംബെ പട്ടണത്തിൽ എന്നെ പോലത്തെ 10,000-കണക്കിന് ആളെ കിട്ടുമെന്ന് പറഞ്ഞത് ശരിയാണല്ലേ? അത്ഭുതപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞു, അല്ല സഹോദര, എങ്കിൽ നീ ഞങ്ങളുടെ ചായ കൂടി സ്വീകരിക്കുമോ? നമ്മളൊന്നിച്ച് ചായ കുടിച്ചിട്ട് പോയിക്കൂടെ? ആ സഹോദരൻ ചായ വേണമെങ്കിൽ കുടിക്കാം. അദ്ദേഹം പറയാണ്, ചായ വേണമെങ്കിൽ കുടിക്കാന്ന് ഞാൻ പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഒരു ആശ ഉണ്ടായിരുന്നു. എന്താ മനസ്സിൽ ആശ? ചായ കുടിക്കുന്ന അത്രയും സമയം ഈ വീട്ടുകാരെ ഇരുത്തിയിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറയാലോ, പരലോകത്തെ കുറിച്ച് പറയാലോ, അല്ലേ? ദീനിയായ സ്വഭാവ വൈശിഷ്ട്യത്തെ കുറിച്ച് പറയാലോ, മനുഷ്യത്വത്തെ കുറിച്ച് പറയാലോ, ജനങ്ങളുടെ ഇടയിലെ നല്ല പെരുമാറ്റത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറയാം. അവിടെ അടുക്കളയിൽ ചായ വേകട്ടെ, ഞാൻ എൻ്റെ ദഅവത്ത് ഈ കുടുംബത്തിന് നൽകാം. അദ്ദേഹം, ഞാൻ ചായ കുടിക്കാം, അത് സമ്മതിച്ചു. അവരോടൊപ്പം അദ്ദേഹം ഇരുന്നു. ചായ റെഡിയാവുന്നതിനിടയിൽ അദ്ദേഹത്തിന് പറ്റുന്ന ഭാഷയിൽ പരലോകത്തെക്കുറിച്ച്, പടച്ചവനെ കുറിച്ച്, ഇസ്ലാമിന്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അന്ന് ഇന്നത്തെ ജനം TV എന്ന് പറയുന്നത് പോലെ അന്ന് ബോംബെയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ജനം പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിന്റെ അടുത്ത ദിവസത്തെ വലിയ പേജ് നിറയുള്ള ഫീച്ചർ ഈ മുസ്ലിമീങ്ങളുടെ പെരുമാറ്റ രീതിയെ സംബന്ധിച്ചിട്ടായിരുന്നു. ഇത് എഴുതിയത് ലാലാജിയാണ്. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയോ പ്രിയപ്പെട്ടവരെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന നടപടിക്രമങ്ങൾ ഹദീസിന്റെ കിതാബുകളിലൂടെ വരികളായി വായിച്ചു വിടാനുള്ളതല്ല, അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ പരമ്പരകളായി ഇങ്ങനെ വാക്കുകളിലൂടെ ജനങ്ങളെ കേൾപ്പിക്കാനുള്ളതല്ല. അങ്ങനെയല്ല ദീനിനെ പ്രചരിപ്പിച്ചത്. വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അമലെ സാലിഹാത്തുകൾ എന്ന് പറഞ്ഞാൽ
ജീവിതത്തിന്റെ എല്ലാ പെരുമാറ്റങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു ഇഷ്ടപ്പെട്ടതുപോലെ ആക്കി തീർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതുപോലെ ആക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തുക. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായും നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്ക് ഇസ്ലാമിനോട് മഹത്വം ഉണ്ടാകും, ഇസ്ലാമിനോട് അടുപ്പമുണ്ടാകും. ദീനിലേക്ക് ജനങ്ങൾ കടന്നു വരും, ദീനിനെ ആളുകൾ മനസ്സിലാക്കും, ഉൾക്കൊള്ളും.